അഴിമതി രഹിതമായ ഒരു ഭരണം. അതുതന്നെയാണ് എൻ്റെ ടാഗും എൻ്റെ മുദ്രാവാക്യവും. കൊച്ചി കോർപ്പറേഷനിൽ രവിപുരം 10ാം ഡിവിഷനിൽ മത്സരിക്കുന്ന അനിത തോമസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. 2020 സ്ഥാനാർത്ഥിയാണ്. ആദ്യം തന്നെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അതിപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു സൈലൻ്റായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ അത് ഫുൾ സ്വിങ്ങിലോട്ട് പോവുകയാണ്. വീടാന്തരം ഹൗസ് ടു ഹൗസ് നമ്മൾ പോകും. പിന്നെ അല്ലാതെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, പിന്നെ അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അനിതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്, നർത്തകിയാണ്. അങ്ങനെ അതിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? രാഷ്ട്രീയത്തിലോട്ട് എത്തിയതാണെന്ന് പറയാൻ ഒക്കില്ല. കാര്യം എൻ്റെ ചെറുതിലേ മുതൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഫാമിലി. അപ്പോൾ അതായത് പ്രീ ഇൻഡിപെൻഡൻസ് സമര സേനാനികൾ തൊട്ട് പിന്നെ MLA, കൗൺസിലേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇതിൽ എൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടാണ് എങ്ങനെ ജനങ്ങളെ എങ്ങനെയാണ് സേവിക്കുന്നതെന്നും എല്ലാം കണ്ട് അത് ഓൾറെഡി നമ്മുടെ ബ്ലഡിലുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം നിറച്ച അഴിമതി, ഇപ്പോൾ ചുറ്റും നടക്കുന്നത് നമ്മുടെ ഭരണം മൊത്തം അഴിമതിയാണ്. കൊച്ചിൻ കോർപ്പറേഷൻ നോക്കി അഴിമതിയുടെ മുങ്ങിക്കുളിച്ചിരിക്കുക. അപ്പം 2020 ടാഗായ അഴിമതി രഹിതമായ ഒരു ഭരണം, അതുതന്നെയാണ് എൻ്റെ ടാഗും എൻ്റെ മുദ്രാവാക്യവും. അതായത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് കിട്ടുക, അവർക്ക് നേടിക്കൊടുക്കുക. കാര്യം അവർക്ക് അത് പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. കാര്യം അത് അവരുടെ അവകാശമാണ്. നല്ല റോഡ്, മാലിന്യമില്ലാത്ത നഗരം, കൊതുകുകളില്ലാത്ത ഒരു എന്താ പറയുക ഒരു നഗരം, അങ്ങനെ പല 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 കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? അത് ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് അഴിമതി ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താനേ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അതുപോലെ നിൽക്കുന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് മാറ്റാനായിട്ട് 2020 കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കിഴക്കമ്പലം ഇപ്പോഴും വളരെ മനോഹരമായിട്ട് അവർക്ക് എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? അഴിമതിയില്ല അവിടെ. അവരുടെ ഫോക്കസ് സേവനമാണ്. അത് തന്നെയാണ് നമ്മുടെ. പഠിക്കുന്ന കാലത്ത് ഒരു KSU നേതാവ്, അവിടെ നിന്നും ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി, അത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു. നമ്മളന്ന് KSUവിൻ്റെ ഒരു വൈസ് ചെയർമാനായിരുന്നു കൊച്ചിൻ കോളേജിൽ. അന്ന് അതിനെ നമുക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ അന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അന്ന് നമുക്കങ്ങനെ ഒരു വൈഡർ ആസ്പെക്റ്റിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താശക്തിയൊക്കെ വളരെ കുറഞ്ഞൊരു കാലഘട്ടം. നമ്മുടെ വീട്ടിലെ KSU ആണോ കീട്, കോൺഗ്രസ് ആണെങ്കിൽ നമ്മളും KSU, അങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. പിന്നീട് കാലം മാറി, നമ്മളുടെ ചിന്തകൾ മാറി, നമ്മളുടെ തോട്ട് പ്രോസസ്സ് മാറി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂ മാറി. ഇപ്പം നമ്മുടെ എൻ്റെ പൊളിറ്റിക്കൽ വ്യൂ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സേവനമാണ് അവിടെ മുന്നിൽ കാണേണ്ടത്. അപ്പം നമ്മൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അഴിമതി പാടില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 2020 തന്നെയാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 2020 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള എതിരാളികളാണ് മറ്റ് പാർട്ടി. അത് നമുക്ക് 2020 അറിയാം. അതൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ചിനെ നമ്മൾ ചലഞ്ചായി വളരെ നല്ല രീതിയിലായിട്ട് ചലഞ്ച് എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതിൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയ നേട്ടമല്ലേ ഇപ്പോൾ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾക്ക് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റിയത് തന്നെ അത് വലിയൊരു നേട്ടമായിട്ടല്ലേ. അങ്ങനെ പതുക്കെ നമുക്കിത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിത് മനസ്സിലാവും. ജനങ്ങളിത് മനസ്സിലാക്കണം. 2020 ഉദ്ദേശം, കറകളഞ്ഞ ഉദ്ദേശം 2020 അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ജനങ്ങളോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്. 2020 എല്ലാ സ്ഥാനാർത്ഥികളെയും മാങ്ങ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ സേവനം, സത്യസന്ധമായ സേവനം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫ്രൂട്ട് മനസ്സിലാവും. അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കറപ്ഷൻ എടുത്ത് കളയാന്നുള്ളതാണ്. കറപ്ഷനിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ ആദ്യത്തെ പടിയായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ കറപ്ഷൻ ഇല്ലാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട്
റോഡുകൾ, കുടിവെള്ളം, നല്ല രീതിയിലുള്ള കുടിവെള്ളം, പിന്നെ കാനകൾ എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുവാണ്. അസുഖങ്ങൾ, രോഗങ്ങൾ, ഡെങ്കു, പിന്നെ അങ്ങനെയുള്ള പല അസുഖങ്ങളും എന്തുകൊണ്ടാണ് വരുന്നത്? മാലിന്യം നിറഞ്ഞ അന്തരീക്ഷവും എല്ലാം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ. ഈയിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡെങ്കു സ്ഥിരമാണ് അല്ലേ? അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? അതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് നോക്കിയാൽ അതൊരു വലിയൊരു കോർപ്പറേഷനാണ്. എന്നിട്ടും അവിടെ അതിന് എന്താ പറയുക, സ്റ്റാഫുകളുണ്ട്, അതിന് പറ്റിയ ആൾക്കാരുണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അഴിമതി. എന്താ, ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നില്ലേ? ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, കോർപ്പറേഷൻ ടാക്സ് പിരിക്കുന്നില്ലേ? പക്ഷേ കോർപ്പറേഷനെ തിരിച്ച് അവർക്ക് അത് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുതന്നെ ഇത്തവണ മറ്റ് മുന്നണികൾക്ക് ശക്തമായ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് 2020 പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.